ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ആഗസ്റ്റ് 15. ഇന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എന്തെങ്കിലും നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ തുടക്കം തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് വ്യൂസ് ഇല്ല, വാച്ച് ടൈം ഇല്ല, ക്യാഷ് സമ്പാദിക്കാൻ പറ്റുന്നില്ല, പൈസ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലി എന്നും നിരന്തരം 10-20 മെസ്സേജ് വരുന്നതിൽ 5-10 ഇത് തന്നെയായിരിക്കും. എനിക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബ്സ് കൂടുന്നില്ല, വാച്ച് ടൈം കിട്ടുന്നില്ല. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെങ്കിൽ ഏണിങ്സ് കയറുന്നില്ല. നല്ല രീതിയിൽ $100 തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സിമിലർ ആയിട്ട് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നോക്കി കാണുന്നില്ല. ഈ ഗ്രാഫിൽ കണ്ട മന്ത്ലി ഓഡിയൻസ്, അതുപോലെ തന്നെ ഇവിടെ കണ്ട ഓഡിയൻസ് ബൈ വാച്ച് ബിഹേവിയർ, അതായത് നമ്മുടെ ഓഡിയൻസ് എത്തരത്തിലുള്ളവരാണ് വരുന്നത്, അത് എങ്ങനെയാണ് നോക്കി കാണേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്റെ ഓഡിയൻസ് ന്യൂ വ്യൂവേഴ്സ് ആണ് ഏറ്റവും 65.9% കൂടുതലും വരുന്നത് ന്യൂ വ്യൂവേഴ്സ് ആണ്. അതായത് എന്റെ കണ്ടന്റ് അത്തരത്തിലാണ്. കാരണം ഇതിൽ രക്ഷപ്പെട്ടവർ, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് നേടുന്നവർ, എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങൾ, യൂട്യൂബിന്റെ ഇൻഫർമേഷൻ ആയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നാൽ മാത്രം, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ എന്തെങ്കിലും ബാധിക്കുന്ന തരത്തിലുള്ള പോളിസി എന്തെങ്കിലും പ്രോബ്ലം വന്നാലാണ് അവർ നമ്മുടെ വീഡിയോ നോക്കുക. ഇങ്ങനെ കിട്ടിട്ടുണ്ടോ ആ വീഡിയോ, അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ ഇപ്പോൾ ഈയിടെയായിട്ട് മറ്റേ നോട്ടിഫിക്കേഷൻ വന്നല്ലോ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകാരൊക്കെ എന്താണ് അറിയുക ചെയ്തിരിക്കുന്നത്, എല്ലാവരും എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മെയിൽ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊന്നും നമ്മുടെ വീഡിയോ കാണാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഈ സബ്സ്ക്രൈബ്സ് കൂടേണ്ടതും വാച്ച് അവർ കൂടേണ്ടതും അത് ഓൾറെഡി അവരുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവർക്ക് ഇനി എന്താണ് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അപ്പൊ അതിനുള്ള ആ ഒരു പ്രയത്നത്തിലാണ്. ഞാൻ അവരെ കുറ്റം പറയല്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇക്കാടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാലോ, ഇങ്ങനെയുള്ള മനോഭാവമാണ്. അപ്പൊ ഞാൻ എന്താണ് പറയുക വെച്ചാൽ അവരോടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. അപ്പൊ അവർ ആ വീഡിയോ പോയി നോക്കി അത് ചെയ്യാറുണ്ട്, താങ്ക്സ് പറയാറുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ വീഡിയോയിലോട്ട് അവർ വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മുടെ വീഡിയോസിൽ ഇനി അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ്, അതായത് ഒരുപാട് പഴയ ആളുകളാണ്, നല്ല രീതിയിൽ സബ്സ്ക്രൈബ്സും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സും അതുപോലെ ലക്ഷക്കണക്കിന് വരുമാനവും സമ്പാദിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഇനി നമ്മുടെ ചെറിയ നമ്മുടെ ബിഗിനറായിട്ട് വരുന്നവരെ അപ്പാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ പോലെയുള്ള ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും. അതായത് യൂട്യൂബ് പരമായിട്ട് പറയുന്ന ഓരോരുത്തരും ബിഗിനറായിട്ട് വരുന്നവരെ, പുതുതായിട്ട് വരുന്നവരെ, അവരിനെയൊക്കെ ഇതേപോലെയുള്ള ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലവരൊക്കെ ഇപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി തന്നെയുണ്ട്. എപ്പോഴും വീഡിയോസ് ഇട്ടാൽ ഉടനെ തന്നെ കമന്റ് ചെയ്യും, ഞാനത് നോക്കാറുണ്ട്, അവർക്കൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്കാണ് കേട്ടോ, ആരെയും കുറ്റം പറയല്ല. ഞാൻ കണ്ടുവന്നത് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചൊരു വാട്സപ്പിൽ വരുന്നതും, അതുപോലെ തന്നെ ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ 8000 വാച്ച് അവർ ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കുത്തി കയറുകയാണ്, വാച്ച് അവർ ചെയ്ത് തരുമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പൊ അതും ഡീറ്റെയിൽ ആയി ഇതിൽ പറഞ്ഞുതരാം. വാച്ച് അവർ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പുതിയൊരു ചാനലിൽ ഞാൻ വന്ന് വാച്ച് അവർ ചെയ്ത് അങ്ങനെയല്ല. ഈ വാച്ച് അവർ ചെയ്യുക, സബ്സ്ക്രൈബ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് തുനിയുമ്പോഴാണ് നിങ്ങളുടെ ചാനലിൽ ഓഡിയൻസ് വരണം. നിങ്ങളുടെ ചാനലിൽ ഇപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബ്സ്, വാച്ച് അവർ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ചാനലിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ ചാനൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? വെറുതെ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് അങ്ങനെ ഇടാനല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് പ്രയത്നിക്കണം. ഇപ്പൊ നമ്മൾ വാച്ച് അവർ ചെയ്ത് കൊടുത്താലും നമ്മുടെ ചാനൽ, നമ്മുടെ ഒരുപാട് ഫാമിലി നമ്മുടെ സർവീസിനായിട്ട് ബന്ധപ്പെടാറുള്ളത് കൊണ്ട് ഞാൻ അവരോടൊക്കെ കോമൺ ആയിട്ട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും ശരി നിങ്ങളുടെ പ്രയത്നത്തിലാണ് നിങ്ങൾക്ക് പണം കിട്ടുക. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നത് നിങ്ങളുടെ പ്രയത്നത്തിലാണ്. നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. അത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ചാനലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടിപ്സും ട്രിക്സും, അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഇവിടെ ഓപ്പൺ ആക്കി വെച്ചതും അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തിയാൽ, ഇപ്പൊ ഒരുപാട് പേര് 4000 വാച്ച് അവർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, 8000 വാച്ച് അവർ ആയി, ഇനി എങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, എന്നെ കൊണ്ടാവില്ല, ഞാൻ ചാനൽ നിർത്തി പോകണത് നല്ലത്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ മോട്ടിവേഷൻ, ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഒരാളെയും തളർത്തിയിട്ട് പറയാറില്ല. ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഞാൻ നിർത്തിപ്പോന്ന് പറയാറില്ല. ഒരുപാട് പേര് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അടക്കം
ഇവർക്ക് വ്യൂസ് ഇല്ല, ഞാൻ നിർത്തുക. അവരെ അടക്കം ഞാൻ കരകയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വാട്സപ്പിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പൊ അവര് നല്ല രീതിയിൽ മന്ത്ലി ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയണം ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയപ്പോൾ തന്നെ അവർ ഒക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ തുടങ്ങി, എനിക്ക് ഏണിങ്സ് കിട്ടി, ഞാൻ അന്നേ നിർത്തി, ഇത് ചാനൽ വേണ്ട വെച്ചിട്ട് ആർക്കെങ്കിലും ചാനൽ സെയിൽ ചെയ്യാന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. കാരണം ഇപ്പൊ എനിക്കൊരു മന്ത്ലി അതൊരു വരുമാന മാർഗമാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പ്രയത്നമാണ് അത്, നിങ്ങളുടെ കഴിവാണത്, നിങ്ങളുടെ ചാനൽ. ഒരുപാട് പേര് ഈ ഒരു ചാനല് ഇത്തരത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല. മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നാണ് പൊതുവെ ആളുകൾ അതാ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് എന്തുണ്ട്, അവനിക്ക് എന്തുണ്ട്, അവനവന്റെ പാത്രത്തിൽ എന്തുണ്ട് എന്ന് ആരും അങ്ങനെ ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ പാത്രത്തിൽ എന്തുണ്ട് എന്നാണ് അധികം പേര്. അതാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. എന്താണ്, നമുക്ക് ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ളതിനെ വെച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ വളർത്തണം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്. എന്റെ സിറ്റുവേഷൻ ശരിയല്ല എന്നിട്ട് ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കുന്നുണ്ടോ? എന്റെ സിറ്റുവേഷൻ ശരിയല്ല എന്ന് 100% എനിക്കറിയാം. എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കണ്ടന്റ് ശരിയാണ്. ഇവിടെ എന്റെ ഓഡിയൻസിന് എന്റെ കണ്ടന്റ് വളരെയധികം ഉപകാരപ്രദമാണ്, അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്റെ ഓഡിയൻസിന് കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ട് പറഞ്ഞാണ്. ഒരുപാട് പേര് നമ്മുടെ സർവീസായിട്ട് ബന്ധപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി ഇരുന്ന് ഞാൻ എല്ലാ സർവീസും, ആഡ്സൻസിന്റെ ഇഷ്യൂസ്, എറർ എല്ലാം ഒട്ടനവധി എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ ഞാൻ എടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സർവീസ് അതവിടെ നിൽക്കട്ടെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ചാനലിൽ ഒരു വ്യക്തി ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ കിട്ടി അവരുടെ ചാനലിൽ നിന്ന് 10 രൂപ വരുമാനം കിട്ടണം. ആ ചെയ്യുന്ന എഫേർട്ടിന് വരുമാനം കിട്ടുക തന്നെ വേണം എന്നാണ് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. ഓക്കെ, ചാനൽ കൊണ്ട് നടത്തുന്ന ആളായിക്കോട്ടെ, വരാൻ പോകുന്ന ഒരു ബിഗിനറായിട്ട് ഉള്ള ഒരാളായിക്കോട്ടെ, അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താലോ എന്ന് കരുതിയിട്ടാണ് ഒരുപാട് പേര് ഇതിൽ സമയം വിനിയോഗിക്കുന്നത്. അല്ലാണ്ട് സമയം ഒരുപാടുണ്ട്, ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന വിരളമായിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ, ഒരു പാഷനായിട്ട്. പക്ഷെ പാഷനിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് നാം ഓരോരുത്തരും ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇത് വെറുതെ എല്ലാപ്പോഴും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. വരുമാനത്തിന്റെ ആ ഒരു ലെവൽ വരുമ്പോഴാണ് എല്ലാവരും ഇതിൽ ഒരു ജോലി പോലെ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് പോലെയൊക്കെ കരുതിക്കൊണ്ട് ഇതിനെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുമെന്ന്. യൂട്യൂബിൽ ഇടുന്നത് ഫേസ്ബുക്കിൽ ഇടാം. നിങ്ങളുടെ ഓൺ കണ്ടന്റ് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ഇടാം. പക്ഷെ ഒന്നിൽ കൂടുതൽ 2-3 അക്കൗണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ട് ഇടരുത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ വേറൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങി അതിലിടരുത്. അത് റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് വരും, അത് പോളിസി കട്ടാവും, മോണിറ്റൈസേഷൻ കട്ടാവും. അതേപോലെ ഫേസ്ബുക്കിലും അങ്ങനെ ചെയ്യരുത്. കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലും ഇടാം, അതേ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇടാം. ഓക്കെ, 2 അക്കൗണ്ട്, യൂട്യൂബിൽ ഒരു അക്കൗണ്ട്, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. രണ്ടിൽ നിന്ന് അപ്പോൾ വരുമാനം സമ്പാദിക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം വ്യൂസ് ഇല്ല, വാച്ച് ടൈം ഇല്ല, സബ്സ്ക്രൈബ്സ് ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതിന് നിങ്ങളുടെ ചാനൽ ഇപ്പൊ എൻ്റെ ഈ ഗ്രാഫ് കണ്ട, എൻ്റെ ചാനലിന്റെ ഗ്രാഫ് മൊത്തം ഡ്രോപ്പാണ്, ഒക്കെ താഴോട്ടാണ്. എന്താണ് കാരണം അറിയോ? ആദ്യത്തെ എൻ്റെ തെറ്റ്, ഞാൻ എൻ്റെ തെറ്റായിട്ട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് എൻ്റെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതേപോലെ സാഹചര്യം ശരിയല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടുന്നില്ല എന്നുള്ളത്. കൺസിസ്റ്റന്റ് അല്ല വീഡിയോസ് ഇടുന്നത്. എപ്പോഴും നമ്മൾ ഇതൊരു എന്താണ് അറിയോ, ഓഡിയൻസിന് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാലാണ് അവർ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിയോ, ഇവിടെ നമ്മുടെ ഓഡിയൻസിന്റെ ടൈപ്പ്, ഇവിടെ ഓരോരുത്തർ ഡിവേഴ്സ് ടൈപ്പ് കണ്ടോ, ഇവിടെ ഏതൊക്കെ കാണുന്നതാണ്, ഏജ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതൊക്കെ വരും. ഇവിടെ ജിയോഗ്രാഫിക് ആയിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വാച്ച് കണ്ടോ, വാച്ച് ടൈം നമുക്ക് തരുന്നത്, നോട്ട് സബ്സ്ക്രൈബ്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ 66%, സബ്സ്ക്രൈബ് ചെയ്തവർ 33%. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുക, അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുക, വീഡിയോസ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുക, ഇതെല്ലാം കരുതി കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അപ്പൊ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ കിട്ടുകയും അതിലൂടെ നിങ്ങളുടെ ചാനലിനെ വളർത്തി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക. ഫസ്റ്റത്തെ പോയിന്റ് അതാണ്, നിങ്ങൾ വീഡിയോസ് ഇടുക. ഒന്നും പഠിച്ചിട്ടല്ല ആരും വരുന്നത്. നിങ്ങൾ വിചാരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആളുകൾ ഇഷ്ടപ്പെടുമെന്നു. നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടുക, എന്നിട്ട് നമുക്ക് മറ്റുള്ളവരിനെ ഇഷ്ടപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളൊരു വീഡിയോ എടുക്കുക. ആരും പൂർണ്ണതയുള്ള ആളല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും പൂർണ്ണതയുള്ളവരല്ല. ഒരുപാട്
പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് എന്താ നമുക്ക് കുറവുകളും ഉണ്ട്, ചിലവർക്ക് കൂടുതലും ഉണ്ട്. പക്ഷെ കൂടുതലുള്ള ആളുകൾക്കും കുറവുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും പൂർണ്ണതയുള്ള ആളുകളല്ല. അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ നമ്മൾ വീഡിയോസ് ഇടുക. അത് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കുക. ഫസ്റ്റത്തെ പോയിന്റ് ആണ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക. രണ്ടാമത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് വാങ്ങാൻ സാധിക്കില്ലെങ്കിൽ ഇപ്പൊ മൊബൈൽ ഇത്രയും ദൂരമല്ലോ, വേറൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇതിൽ റെക്കോർഡ് ചെയ്യുക, അടുത്തല്ലേ. അപ്പൊ ഈ വോയിസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, എന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. ലിപ്സ് മൂവ്മെന്റും വോയിസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും വോയിസ്. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി അടിപൊളിയായി. ഓക്കെ, വീഡിയോ ക്വാളിറ്റി പിന്നെ നിങ്ങളുടെ മൊബൈൽ ഉണ്ടല്ലോ, അത് ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുക. ഈ രണ്ടാമത്തെ കാര്യം ക്ലിയർ ആയി. മൂന്നാമത്തെ കാര്യമാണ് തമ്പനയിലും ക്യാപ്ഷനും, അതായത് ടൈറ്റിൽ. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് ഇരുന്ന് സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യമാണ്. തമ്പനയിൽ എന്ന് പറയുന്നത് വീഡിയോയുടെ ഡോറാണ്, വീഡിയോയുടെ ഡോറ്. നിങ്ങളൊരു വ്യക്തിയെ ഉള്ളിലോട്ട് ക്ഷണിക്കണമെങ്കിൽ ആ ഡോറ് കണ്ടിട്ട്, അതായത് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടാണ് ആ വ്യക്തി വീഡിയോയിലോട്ട് വരുന്നത്. വീഡിയോയിലോട്ട് വന്നതും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ആദ്യം പറയരുത്. ആദ്യം ഒരു ഹുക്ക് ഇടണം. ഹുക്ക് എന്താണ്? നിങ്ങളുടെ ചാനലിലോട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്, ഈ ചാനലിൽ ഇരിക്കണം എന്നുള്ള മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹുക്ക് ഒന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വീഡിയോയിലോട്ട് വന്ന വ്യക്തിയെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പൊ നമുക്ക് ആ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ കൂടാന്, അതായത് ഓഡിയൻസ് റിട്ടൻഷൻ കൂടിയാലേ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്ര മിനിറ്റിന് വീഡിയോ ഇട്ടു എന്നുള്ളതല്ല, നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ എത്രത്തോളം നല്ല വീഡിയോ ആവണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാലേ ആ ഓഡിയൻസ് ഇരിക്കുകയുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ വീഡിയോ പെർഫോമൻസും നിങ്ങളുടെ കഴിവും മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ആ വീഡിയോയ്ക്ക് വേണ്ടി ആ വ്യക്തി നോട്ടിഫിക്കേഷൻ വന്നാൽ കിട്ടണം എന്ന് കരുതിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് തമ്പനയിൽ ക്വാളിറ്റി വരുത്തുക. പിന്നെ ടൈറ്റിലും തമ്പനയിൽ സിമിലർ ആയിട്ട് എഴുതാണ്ട് രണ്ടും വ്യത്യസ്തപരമായി എഴുതുക കേട്ടോ. എന്നാൽ മാച്ച് ആവും വേണം, കണ്ടന്റിനും മാച്ച് ആവണം. നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിൽ എന്താണോ അത് തന്നെ ആയിരിക്കണം തമ്പനയിലും ടൈറ്റിലും വരേണ്ടത്. പക്ഷെ വേർഡ്സുകൾ മാറ്റി മാറ്റി എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അതും ഒന്നും കൂടി ഒരു ക്ലാരിറ്റി മറ്റേ ഓഡിയൻസിന് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്താണ് ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്, ടാഗ് ബോക്സിൽ ടാഗ് കറക്റ്റായി കൊടുക്കുക, വീഡിയോയെ കുറിച്ചുള്ള ടാഗുകൾ കൊടുക്കുക. അതുപോലെ അതൊക്കെ പ്രോപ്പറായിട്ട് സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ പോളിസി വയലേഷന് നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും വീഡിയോയിൽ ചെയ്യാനോ എഴുതാനോ പാടില്ല. എഴുതി കഴിഞ്ഞാൽ ആഡ് സൂട്ടബിലിറ്റി പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് നിങ്ങളുടെ ഡൺ ആവില്ല. അതായത് അതിൽ ടിക്ക് മാർക്ക് വരില്ല. അതുകൊണ്ട് തന്നെ വരാത്തതുകൊണ്ട് അത് മുന്നോട്ട് പോകില്ല. വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെക്കിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് പബ്ലിക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത് വീഡിയോ ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടാനും വ്യൂസ് കൂടാനും വാച്ച് ടൈം കൂടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വീഡിയോയുടെ ബേസിക് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, വീഡിയോസ് ക്വാളിറ്റി ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു നിശ്ചിത ഒരു ടൈമിൽ എൻ്റെ വീഡിയോ വരണം എന്നുള്ള രീതിക്ക് നിങ്ങൾ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കുക. ഏറ്റവും നല്ലൊരു പോയിന്റ് ആണിത്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കുക. ഈ ഷെഡ്യൂൾഡ് ചെയ്യുമ്പോൾ യൂട്യൂബിന് തന്നെ കുറച്ച് സമയം കിട്ടും. നിങ്ങളുടെ വീഡിയോ എത്തരത്തിലുള്ള ആളുകളുടെ മുന്നിലേക്ക് പുഷ് ചെയ്യണം, കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു കാര്യം മറക്കരുത്. ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണവും കൂടിയുണ്ട്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിന് ഈ വീഡിയോ പബ്ലിഷ് ആവണം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് വലിയൊരു ഗുണമാണ്. കാരണം നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് എടുത്തിട്ട് ഇതുപോലെ ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്കൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നല്ലൊരു ഗുണമാണ്. യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്ത് അത്രയും ആളുകളുടെ മുന്നിലേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഈ ഷെഡ്യൂൾഡ് ചെയ്യുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ കൊടുത്തു കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ എല്ലാ കാര്യം നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓഡിയൻസ് എത്തരത്തിൽ വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതെല്ലാം നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോന്റെ ഗ്രാഫുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെല്ലാ അനലിറ്റിക്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യൂസ് എവിടെ നിന്നാണ് വരുന്നത്, വാച്ച് ടൈം എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്, ഹൈപ്പ് എവിടെയാണ് കൂടുതൽ വരുന്നത്, ടിപ്പ് എവിടെയാണ് ഏറ്റവും കൂടുതൽ താന്നു പോകുന്നത് എവിടെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നോക്കി കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കി കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി മാറ്റങ്ങൾ വരുത്താനും കണ്ടന്റിൽ എന്തൊക്കെ ഞാൻ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള ഐഡിയയും
അങ്ങനെയുള്ള ഈ ഐഡിയയൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടീസായി മാറുന്നത്. ഇത് തന്നെയാണ് ഒരു വ്യക്തിനെ യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് ഹൈപ്പായിട്ട്, അതായത് നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ലുക്കിൽ അദ്ദേഹത്തിന് ഒരു ഫേമസ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ മെസ്സേജ് അയച്ചാൽ, ഇക്കാക്ക് 1.5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന്. ആ ഒരു വ്യക്തി നിൽക്കണ അവിടെ നിന്ന് തന്നെയാണ് നമ്മളും വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയവരെല്ലാവരും ഇപ്പൊ വലിയൊരു മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ തുടക്കത്തിൽ ഈ ഒരു വ്യക്തിന്റെ മനോഭാവം എങ്ങനെയാണ് അതേപോലെയുള്ള സ്ഥിതിയിൽ നിന്നാണ് നമ്മളും വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടുന്നു, ചാനലിനെ കുറിച്ച് പഠിക്കുന്നു, സെറ്റിങ്സിനെ കുറിച്ച് പഠിക്കുന്നു, ഓരോ കാര്യങ്ങൾ പോളിസി കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നു. അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. പോളിസിയെ അനുമാനിച്ചുകൊണ്ട്, അതായത് പോളിസിയെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് സബ്സ്ക്രൈബ്സും നമ്മുടെ ഫാമിലി എല്ലാം ബിൽഡ് ചെയ്ത് വരുന്നു. ഇവരുടെ കൂട്ടായ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ അപ്പാവുന്നു, വരുമാനം ലഭിക്കുന്നു, നമ്മൾ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നു, നമ്മുടേതായിട്ടുള്ള ലുക്കും ചേഞ്ചസും എല്ലാം മാറ്റുന്നു. ഇതന്നെ നമ്മൾക്ക് കിട്ടുന്ന ക്യാഷും കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിനെ മാറ്റുന്നു. അതായത് ചാനലിലെ അടിമുടി എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഹൈപ്പായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നല്ല രീതിയിൽ പ്രൊഫഷണൽ ലുക്കിലോട്ട് മാറുന്നു. നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലും ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ കാര്യത്തിലും ക്വാളിറ്റി വരുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും മുഖ്യ മൂലധനം എന്താണ്? പൈസ എന്നുള്ളതാണ്. പൈസ വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എല്ലാ ചേഞ്ചസും വരുന്നത്. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തർ യൂട്യൂബിൽ ഇത്തരത്തിൽ കണ്ടന്റുകൾ നല്ല ക്വാളിറ്റിയിൽ ഇടുന്നതും നല്ല രീതിയിൽ കൊണ്ടുവരുന്നതും. ഒരുപാട് ത്യാഗം ചെയ്ത് ഉറക്കം ഒഴിച്ചിട്ടും ചിലവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ വന്ന നോട്ടിഫിക്കേഷൻ വന്ന അന്നത്തെ ദിവസത്തെ ഉറക്കവും പോയി. കാരണം ഇത് എന്താണെന്ന് അറിയാത്ത ടെൻഷൻ കൊണ്ടേ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇക്കാൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സമാധാനമായി എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു അപ്ഡേറ്റ് വന്നാലും ഒരുപാട് പേരുടെ സമാധാനം കളയണ്ടെന്ന് കരുതി പെട്ടെന്ന് ചില സാഹചര്യങ്ങളൊക്കെ എൻ്റെ മോശമായിരിക്കും, എന്നിരുന്നാലും കൂടി അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഞാൻ വേഗം അപ്ഡേറ്റ് പറയാറുണ്ട്. എന്താണ്, ടെൻഷൻ ആവരുത്. ഒരുപാട് പേര് മെസ്സേജ് തുരുതുരാന്ന് അയച്ചുകൊണ്ടേയിരിക്കുവേ. അപ്പോൾ ടെൻഷൻ ആവാണ്ടിരിക്കാനാണ് നമ്മൾ മെസ്സേജ് ഇത്തരത്തിൽ അപ്ഡേറ്റ് ഒക്കെ വന്നാൽ വേഗം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലായല്ലോ. 4000 വാച്ച് അവർ ആയിക്കോട്ടെ, 8000 വാച്ച് അവർ ആയിക്കോട്ടെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോസ് ഇടും. എൻ്റെ റെഗുലറായിട്ട് ഞാൻ പ്രയത്നിക്കും. അതുപോലെ ലൈവുകൾ ചെയ്യും. ലൈവൊക്കെ ചെയ്യുക, അതിലൂടെ വാച്ച് അവർ കിട്ടും. ലൈവിലൂടെ വാച്ച് അവർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചാനലിൽ മുന്നോട്ട് പോവുക. ഒരിക്കലും തളരരുത്. നമ്മളെ തളർത്താൻ ആർക്കും ആവില്ല എന്നുള്ള കരുതലോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. വേറെ ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ രക്ഷപ്പെടണം എന്നുള്ള എനിക്ക് ചിന്തയുണ്ടെങ്കിലല്ലേ എനിക്ക് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് പ്രയത്നിക്കാനും കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.